അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഭാഗമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. SSC ബാങ്ക് പരീക്ഷകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് പെർമ്യൂട്ടേഷൻ. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞ് സമയം കളയേണ്ട, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ആദ്യം മക്കളെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്താണ് ഈ സാധനം, ഇവിടെ എന്താണ് പെർമ്യൂട്ടേഷൻ. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ് ആണ്. പെർമ്യൂട്ടേഷന്റെ കൂടെ തന്നെ പഠിക്കേണ്ട ഒരു സാധനമുണ്ട്, കോമ്പിനേഷൻസ്. പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്നാണ് പൊതുവേ ഈ ഒരു ഭാഗം അറിയപ്പെടുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ചെറിയ വീഡിയോ ആയതുകൊണ്ട് പെർമ്യൂട്ടേഷൻ പഠിച്ചിട്ട് നമുക്ക് വീണ്ടും എന്തെടുക്കാം, നമുക്ക് കോമ്പിനേഷനിലേക്ക് പോകാം. അപ്പോൾ എന്താണ് പെർമ്യൂട്ടേഷൻ? പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ് ആണ്. ഒരു ഉദാഹരണത്തിന് ഇവിടെ ABC 3 സാധനങ്ങളുണ്ട്. 3 ആപ്പിളാണോ അല്ലെ 3 സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. എനിക്കിതിനകത്ത് നിന്ന് 2 എണ്ണം എടുക്കണം. അപ്പം ആദ്യം ഞാൻ എയും ബിയും എടുക്കുന്നു. ദാറ്റ് ഇസ് എ പോസിബിലിറ്റി. രണ്ടാമത് എയും സിയും എടുക്കാം. ഒരു കുഴപ്പമില്ല. അല്ലെങ്കിലോ ബിയും എയും എടുക്കാം. യെസ്. അല്ലെങ്കിലോ എനിക്ക് ബിയും സിയും എടുക്കാം. യെസ്. ഇനി അല്ലെങ്കിലോ എനിക്ക് സിയും എയും എടുക്കാം. അല്ലെങ്കിൽ ആറാമത്തേത് സിയും ബിയും എടുക്കാം. സോ 6 രീതിയിൽ എനിക്കിതിനെ എടുക്കാം. സോ ഇങ്ങനെ എനിക്ക് 6 രീതിയിൽ ഇത് 2 സ്ഥലങ്ങളിലായിട്ട് അറേഞ്ച് ചെയ്യണം. 2 എണ്ണത്തിന് ഈ 3 പേരിനെ എനിക്ക് 2 ടീമായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്യണം. അപ്പോൾ എനിക്ക് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? 6 രീതിയിൽ അറേഞ്ച് ചെയ്യാം അല്ലേ? അപ്പോൾ എനിക്ക് ഈ 3 എണ്ണത്തിനെ 2 പേരായിട്ട് എത്ര പോസിബിലിറ്റീസ്, എത്ര രീതിയിൽ എനിക്ക് അറേഞ്ച് ചെയ്യാമെന്ന് ചോദിച്ചാൽ 6 രീതിയിൽ എനിക്ക് അറേഞ്ച് ചെയ്യാം. ഓക്കെ ആണോ? യെസ്. അപ്പോൾ ഇവിടെ പെർമ്യൂട്ടേഷൻ നമ്മൾ നോക്കുന്നത് ഈ R എലമെന്റ്സ് N എലമെന്റ്സിൽ നിന്നും, അതായത് ഇപ്പം ഇവിടെ നമ്മൾ N-ന്റെ വാല്യൂ എടുത്താൽ N എത്ര ഉള്ളത്? 3 എണ്ണത്തിൽ നിന്ന് നമുക്ക് 2 എണ്ണം എടുക്കണം അല്ലെ? 3 എണ്ണത്തിൽ നിന്ന് നമുക്ക് 2 എണ്ണം വെച്ച് നമുക്ക് അറേഞ്ച് ചെയ്യണം. അപ്പോൾ N 3 ആണ്, R എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. സോ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് NPR. ഈ NPR എന്താണെന്ന് ചോദിച്ചാൽ N ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ N മൈനസ് R ഫാക്ടോറിയൽ. അപ്പോൾ ഈ ഫാക്ടോറിയൽ എന്താണെന്ന് ഇനി നിങ്ങൾ ചോദിച്ചാൽ, അതിന് ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഞാൻ 4 കസേര ഇട്ടിട്ടുണ്ട്. എത്ര കസേര? 4 കസേര ഇട്ടിട്ടുണ്ട്. ഓക്കെ. 4 പേര് വന്നിട്ടുണ്ട്. 4 പേര് ഈ കസേരയിൽ ഇരിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം പേര് വേണമെങ്കിൽ പറയാം PQRS. അപ്പം റാൻഡമായിട്ട് ഈ ആദ്യത്തെ കസേരയിൽ എത്ര പേർക്ക് ഇരിക്കാം? ഈ ആദ്യത്തെ കസേരയിൽ ഇവരിൽ ആർക്ക് വേണേലും ഇരിക്കാമല്ലോ. എന്ന് പറഞ്ഞാൽ 4 പേർക്കും വന്നിരിക്കാം. 4 പേരിൽ ആർക്ക് വേണേലും വന്നിരിക്കാം. ഒരാൾ ഇരുന്നു, സപ്പോസ് 6 ഇരുന്നു എന്ന് വിചാരിക്കാം. പിന്നെ എത്ര പേരുണ്ട്? 3 പേരുണ്ട്. ആ 3 പേർക്കും ആ 3 പേരിൽ ആർക്ക് വേണേലും അടുത്ത കസേര വന്നിരിക്കാം. 3. ഓക്കെ. യെസ്. അപ്പം S ഇരുന്നു എന്ന് വിചാരിക്കാം. ഇനി എത്ര പേരുണ്ട്? 2 പേരുണ്ട്. അതിൽ ആർക്ക് വേണേലും ഇതിൽ വന്നിരിക്കാം. യെസ്. ഇനി പിന്നെ P മാത്രമേ ഉള്ളൂ. Pക്ക് ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. സോ എത്ര രീതിയിൽ എനിക്ക് ഇവരെ അറേഞ്ച് ചെയ്തിരുത്താം? എത്ര രീതിയിൽ എനിക്ക് അറേഞ്ച് ചെയ്തിരുത്താമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 × 3 × 2 × 1. അപ്പോൾ ഇതാണ് 4 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഈ ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ മക്കളെ, 4 × 3 × 2 × 1. അപ്പോൾ 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാലോ, 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5 × 4 × 3 × 2 × 1. അപ്പം ഇതാണ് ഈ ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ നമ്മൾ ഈ NPRന്റെ കാര്യമല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? അതെ. അപ്പോൾ നമുക്ക് ഇവിടെ അത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ N ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ എത്ര? 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ N മൈനസ് R. 3 മൈനസ് 2 ഫാക്ടോറിയൽ. ഓക്കെ. ഇനി 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? 3 × 2 × 1 ഡിവൈഡഡ് ബൈ 3 മൈനസ് 2 എത്ര? 1 ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. സോ 3 × 2 × 1 എന്ന് പറയുമ്പോൾ 6 ഡിവൈഡഡ് ബൈ 1 എത്ര കിട്ടും? 6 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്ന സാധനം. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ് ആണ്. ഒരു ഡെഫിനിറ്റ് ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. കോമ്പിനേഷനിൽ ഈ ഒരു ഓർഡർ ഇമ്പോർട്ടൻ്റ് അല്ല. അത് കോമ്പിനേഷൻ പഠിക്കുമ്പോൾ നമുക്കത് വിശദമായിട്ട് പഠിക്കാം. എന്താണ് പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ തമ്മിലുള്ള വ്യത്യാസം, നോക്കിയുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ആ ക്ലാസ്സിലേക്ക് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. അവിടെ നമുക്ക് പറയാം.
അപ്പോൾ ഇതാണ് പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങൾ നമ്മളൊരു 5 ചോദ്യങ്ങൾ എടുത്തിട്ടുണ്ട്. ആ 5 ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്. How many words can be formed with the help of the letters of the word pencil? P, E, N, C, I, L. ഈ പെൻസിൽ ഉപയോഗിച്ച്, പെൻസിലിലെ ലെറ്റേഴ്സ് ഉപയോഗിച്ച് എനിക്ക് എത്ര ലെറ്റർ ഉപയോഗിക്കാം, എത്ര കോമ്പിനേഷൻ എനിക്ക് ഉണ്ടാക്കാം. അതായത് അവിടെ മീനിങ് വേർഡ്സ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ എനിക്ക് പല വാക്കുകൾ ഉണ്ടാക്കണം പെൻസിൽ ഉപയോഗിച്ച്. ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു വാക്ക് ഉണ്ടാക്കുകയാണ്. ഇപ്പം ഇ ആദ്യം ഞാൻ എടുത്തു, പിന്നെ പി ആദ്യം എടുത്തു, പിന്നെ ഐ ആദ്യം എടുത്തു, പിന്നെ എൻ എടുത്തു, പിന്നെ എൽ എടുത്തു, പിന്നെ സി എടുത്തു. യാതൊരു മീനിങ് ഇങ്ങനെ ഉണ്ടാക്കണമെന്നില്ല. അങ്ങനെ എത്ര രീതിയിൽ എനിക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതാം. ഹൗ മെനി വേർഡ്സ് അത് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതിന് എന്ത് വേണം, മീനിങ് വേണമെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ എത്ര വേർഡ്സ് എനിക്ക് എഴുതാം എന്നാണ് ഇവിടുത്തെ ചോദ്യം. ഓക്കെ, സോ നമ്മൾ നേരത്തെ കസേരയിട്ട ആളുകൾ ഇരിക്കുന്ന പോലെയാണ്. എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം, അത്ര ഇവിടെ നോക്കിക്കേ. 1, 2, 3, 4, 5, 6 അല്ലേ? 1, 2, 3, 4, 5, 6 6 ലെറ്റേഴ്സ് ഉണ്ട്. നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം? 6 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാം. അപ്പോൾ എന്താ, 6 × 5 × 4 × 3 × 2 × 1. ഈ 1 എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ 6 × 5 30, 30 × 4 120, 120 × 3 262, 3 36, 36 × 2 72. സോ 720 720 വേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ 720 വാക്കുകൾ നമുക്ക് ഉണ്ടാക്കാം. ശരിയാണോ? യെസ്. അപ്പോൾ ഒന്നുമില്ല, എത്ര വേർഡ് ഉണ്ടോ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, അതിന് അത്രയും ഫാക്ടോറിയൽ വേസിൽ നമുക്ക് എടുക്കാം. ഇനി അത് റെപ്പറ്റീഷൻ വരുവാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കാം, അത് നോക്കുമ്പോൾ അത് ക്ലിയർ ആവും. രണ്ടാമത്തെ ചോദ്യം എന്താ? സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഹൗ മെനി വേർഡ്സ് ക്യാൻ ബി ഫോംഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് സക്സസ്? SUCCESS. അപ്പോൾ സക്സസ് എന്ന് പറയുമ്പോൾ എത്ര ലെറ്റർ ഉണ്ട്? ആദ്യം എണ്ണം 1, 2, 3, 4, 5, 6, 7. സോ 7 ഫാക്ടോറിയൽ. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താ? റെപ്പറ്റീഷൻ ഉണ്ടോ എന്ന് നോക്കണം. റെപ്പറ്റീഷൻ ഉണ്ടോ? ഏതൊക്കെ? ഇവിടെ എസ് 3 പ്രാവശ്യമുണ്ട്. അപ്പോൾ എത്രയാണോ റെപ്പറ്റീഷൻ ഉള്ളത് അത്രയും ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു. ഇനി എസ് മാത്രമേ ഉള്ളൂ? അല്ല, വേറെ ഏതെങ്കിലും ഉണ്ടോ റിപ്പീറ്റ് ചെയ്യുന്ന? ഉണ്ട്. സി 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇൻറ്റു 2 ഫാക്ടോറിയൽ. സോ 7 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 7 × 6 × 5 × 4 × 3 × 2 × 1 × 1 എടുക്കണമെന്നില്ല, അത്ര എഴുതുക. ഇനി എന്താണ് 3 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 3 × 2. 2 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 2 × 1 ഓർ × 2. അപ്പോൾ അതാണ്ട് ഈ 3 × 2 ഈ 3 × 2 കട്ട് ചെയ്ത് പോകുന്നു. ഇതിനെ നമ്മൾ കട്ട് ചെയ്യുന്ന എത്ര കിട്ടും? 2 അല്ലേ? 5 × 2 10, 10 × 6 60, 7 × 6 42, 420 വേർഡ്സ്. നോക്കാം. യെസ്, 420 വാക്കുകൾ നമുക്ക് ഫോം ചെയ്യാം. അപ്പോൾ റെപ്പറ്റീഷൻ ഉണ്ടെങ്കിൽ എന്തോ ചെയ്തോണം, എത്ര പ്രാവശ്യമാണോ റിപ്പീറ്റ് ചെയ്യുന്നത് അത്രയും ഫാക്ടോറിയൽ വെച്ച് അതിനെ ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. അടുത്ത ചോദ്യം. ഹൗ മെനി വേർഡ്സ് ക്യാൻ ബി ഫോംഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ലക്നൗ ഇൻ സച്ച് എ വേ ദാറ്റ് ഓൾ വേർഡ്സ് സ്റ്റാർട്ട് വിത്ത് സി? അപ്പം നേരത്തെ ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. നേരത്തെ നമുക്ക് ഇപ്പോൾ സക്സസ് ആണെങ്കിലും പെൻസിൽ ആണെങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലും കുറേ വാക്കുകൾ ഉണ്ടാക്കിയാൽ മതി. അതിൽ ആദ്യം ഇന്ന വാക്ക് വരണം, ഇന്ന ലെറ്റർ വരണമെന്നോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ലക്നൌവിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്? സ്റ്റാർട്ട്സ് വിത്ത് സി. സിയിൽ തുടങ്ങണം. ഓക്കെ, വേർഡ് എന്താണ്? ലക്നൗ. LUZKNOW. ലക്നൗ. NOW. ലക്നൗ. ഓക്കെ, സോ സ്റ്റാർട്ട്സ് വിത്ത് സി. ഓക്കെ, അപ്പം എത്ര ലെറ്റർ ഉണ്ട്? 1, 2, 3, 4, 5, 6, 7. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ അതിൽ സി ആയിരിക്കണം ഫസ്റ്റ് ലെറ്റർ. 1, 2, 3, 4, 5, 6, 7. ശരിയല്ലേ? 1, 2, 3, 4, 5, 6, 7. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ലെറ്റർ ഫിക്സഡ് ആയിരിക്കണം. അതേതായിരിക്കണം? സി ആയിരിക്കണം. അതെന്തായാലും സി ആയിരിക്കണം. അപ്പോൾ പിന്നെ ബാക്കി എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6. അതായത് സി ഒഴിച്ച് പിന്നെ ബാക്കി ഏതൊക്കെ ലെറ്റേഴ്സാണ് വരുന്നത്? സി അങ്ങ് നമ്മൾ ഇതിൽ നിന്ന് മാറ്റി നിർത്തുക. സിയെ നമ്മൾ എടുക്കണ്ട. ബാക്കി ഏതൊക്കെയുള്ള? L, U, K,
LUKNOW. ഓക്കെ, അപ്പോൾ സി ഒരിടത്ത് ഫിക്സഡ് ആണ്. ബാക്കി ഏതൊക്കെ ഉണ്ടെന്ന് നോക്കിയാൽ മതി. അതായത് ബാക്കി ലെറ്റേഴ്സിന്റെ, അപ്പൊ ഇതിന്റെ അറേഞ്ച്മെന്റ് മാത്രം നമ്മൾ നോക്കിയാൽ മതിയല്ലോ. സി എ മൈൻഡ് ചെയ്യണ്ട, സി ഒരിടത്ത് ഫിക്സഡ് ആണ്, സി അവിടെ വെച്ചേക്കുക. സി എ നിങ്ങൾ അനക്കണ്ട, സിക്ക് ഒരിക്കലും ഈ അറേഞ്ച്മെന്റ് ഗ്രൂപ്പിലേക്ക് സി വരുന്നില്ല. അപ്പൊ സി ഒഴിച്ച് ബാക്കി എത്ര പേരുണ്ട്? 1 2 3 4 5 6. സോ 6 ഫാക്ടോറിയൽ വേസ് നോക്കിയാൽ മതി. 6 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ എത്ര? 6 × 5 × 4 × 3 × 2 × 1 എഴുതണമെന്നില്ല കേട്ടോ. ഇവിടെ റെപ്പറ്റീഷൻ വല്ലതും ഉണ്ടോ? എൽ ഒരു പ്രാവശ്യമേ ഉള്ളൂ, യു ഒരു പ്രാവശ്യമേ ഉള്ളൂ, കെ ഒരു പ്രാവശ്യമേ ഉള്ളൂ, എൻ ഒരു പ്രാവശ്യമേ ഉള്ളൂ, ഒ ഡബ്ല്യു എല്ലാം ഒരു പ്രാവശ്യമേ ഉള്ളൂ. അപ്പോൾ റെപ്പറ്റീഷൻ ഇല്ല. 6 × 5 30, 30 × 4 4 12, 12 36, 36 72. സോ 720. ശരിയാണോ? യെസ്, 720. ആൻസർ എത്ര കിട്ടും? 720. അപ്പോൾ ഒരു നമ്പർ, ഒരു ലെറ്റർ ഫിക്സഡ് ആണെന്ന് പറഞ്ഞാൽ അതിനൊഴിച്ച് ബാക്കി എല്ലാത്തിൻ്റെയും കൂടെ അറേഞ്ച്മെന്റ് നോക്കിയാൽ മതി. ബിക്കോസ് അതിൻ്റെ നോക്കേണ്ട ആവശ്യമില്ല, അത് ഓൾറെഡി ഫിക്സഡ് ആണല്ലോ. യെസ്. അടുത്ത ചോദ്യം എന്താണ്? How many words can be formed with the help of the letters of the word coffee in such a way that all the words starts with C? All the words start. നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെ, ലക്നൗ മാറി കോഫി ആയെന്നേ ഉള്ളൂ. നോക്കാം നമുക്ക്. COFFE, കോഫി. അപ്പോൾ ഇതിലും എന്താണ്? 1 2 3 4 5 6. ഓക്കെ, സോ എത്രയാണ്? 6 ലെറ്റേഴ്സ് ഉണ്ട്. 1 2 3 4 5 6. അതിൽ എന്താണ്? സി ഫിക്സഡ് ആയിരിക്കണം എന്നല്ലേ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ സി നമ്മളിവിടെ ഫിക്സ് ചെയ്ത് വെച്ചു. പിന്നെ ബാക്കി ഏതൊക്കെയുണ്ട്? ഒ ഉണ്ട്, എഫ് ഉണ്ട്, ഇ ഉണ്ട്. അപ്പോൾ സി ഫിക്സഡ് ആണ്. സിയെ നോക്കണ്ട, ഇതിൻ്റെ അറേഞ്ച്മെന്റ് നോക്കാം. 1 2 3 4 5. സോ 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എന്താ ഡിവിഷൻ എടുത്ത്? റെപ്പറ്റീഷൻ ഉണ്ട്. ആരൊക്കെ ഉണ്ട്? എഫ് 2 ഉണ്ട്, ഇ 2 ഉണ്ട്. സോ എഫ് 2 ഉണ്ട്, 2 ഫാക്ടോറിയൽ, ഇ 2 ഉണ്ട്, 2 ഫാക്ടോറിയൽ. ഓക്കെ, സോ 5 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 5 × 4 × 3 × 2 × 1 വേണമെങ്കിൽ എഴുതാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 2 × 1 അല്ലെങ്കിൽ 2 വീണ്ടും 2. സോ 2 × 2 എന്ന് പറയുമ്പോൾ 4 ആണ്. നിങ്ങൾ കട്ട് ചെയ്ത് പോകുന്നു. 5 × 3 15, 15 × 2 30. 30 വേസ്, 30 രീതിയിൽ നമുക്ക് എഴുതാം, അല്ലെങ്കിൽ 30 വാക്കുകൾ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം. യെസ്, ആൻസർ എത്രയാണ്? 30. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 5ാമത്തെ ചോദ്യം എന്താണ്? ഹൗ മെനി വേർഡ്സ് ക്യാൻ ബി ഫോംഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ചോക്ലേറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ഓൾ ദ വേർഡ്സ് സ്റ്റാർട്ട്സ് വിത്ത് വവ്വൽ? ഓൾ ദ വേർഡ്സ് സ്റ്റാർട്ട് വിത്ത് വവ്വൽ. ഇതെല്ലാം ഒരു വവ്വലിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ആദ്യം വേർഡ് എഴുതാം. ചോക്ലേറ്റ്, CHOCLATE. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിനകത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ചോക്ലേറ്റിനെ നമുക്ക് അറേഞ്ച് ചെയ്യണം. പക്ഷേ എന്താണ്? ഓൾ ദ വേർഡ് സ്റ്റാർട്ട്സ് വിത്ത് എ വവ്വൽ. ഇല്ല, ഇതിലെല്ലാം ഒരു വവ്വലിൽ തുടങ്ങണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വവ്വൽസ് ഏതൊക്കെ ഇതിനകത്തിലുള്ള? O ഉണ്ട്, A ഉണ്ട്, E ഉണ്ട്. എടാ നോക്കിക്കോ. അപ്പം ഇതിൽ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കണം? ഒരു വവ്വലായിരിക്കണം. ഓക്കെ, അപ്പോൾ ആകെ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 9. ഓക്കെ, 1 2 3 4 5 6 7 8 9. അപ്പോൾ ഇതിൻ്റെ കാര്യം നോക്കണേ. ഇത് ഫിക്സഡ് ആണ്. ഇതെന്തായിരിക്കണം ഇതിനകത്ത് വരേണ്ടത്? വവ്വൽസ് ആയിരിക്കണം. വവ്വൽസ് ഏതൊക്കെയാണ് ഇതിനകത്തിലുള്ളത്? O A E. ഇതിലേതെങ്കിലും ഒരെണ്ണം ഇവിടെ വരണം. ഇതിലേതെങ്കിലും ഒരെണ്ണം ഇവിടെ വരണമെന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിലേതെങ്കിലും ഒരെണ്ണം ഇവിടെ വരണമെന്ന് പറയുന്നതിനാണല്ലോ നമ്മൾ പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞത്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം, അത് ഇതിൽ നിന്ന് 2 എണ്ണം, ഇതിൽ നിന്ന് 4 എണ്ണം, ഇതിൽ നിന്ന് 3 എണ്ണം, അങ്ങനെ പറയുന്നിടത്താണല്ലോ NPR വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെഴുതാം? 4P1. അങ്ങനെ മനസ്സിലായോ? 4 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം ഇവിടെ വരണം. 4 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം എടുക്കണം. 4P1 എന്ന് പറഞ്ഞാൽ 4 ആയിരിക്കും, NP1 എന്ന് പറഞ്ഞാൽ N ആയിരിക്കും. 10 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം എടുക്കണം. എത്ര പോസിബിലിറ്റി ഉണ്ട്? 1ാമത്തെ എടുക്കാം, 2ാമത്തെ എടുക്കാം, 3ാമത്തെ എടുക്കാം, അങ്ങനെ 10ാമത്തെ വരെ 10 എണ്ണം ഉണ്ട്. 2 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം എടുക്കണം. എത്ര പോസിബിലിറ്റി ഉണ്ട്? ഒന്നുകിൽ 1ാമത്തെ എടുക്കാം, അല്ലെങ്കിൽ 2ാമത്തെ എടുക്കാം. 3 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം എടുക്കണം. ഈ 3 എണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം എടുക്കണം. അപ്പോൾ 3 രീതിയിൽ എടുക്കാം എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഇവിടെ 4P1 എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? 4 ആയിരിക്കും. പിന്നെ ബാക്കി എത്ര ഉള്ളത്? ബാക്കി എന്താ ഇവിടെ ഉള്ളത്? 1 2 3 4 5 6 7 8. ബാക്കി 8 എണ്ണം. ഒരു വവ്വൽ ഇവിടെ എടുത്തു കഴിയുമ്പോൾ ബാക്കി 3 വവ്വലും ഈ കൂട്ടത്തിലോട്ട് പോകും. അല്ലാതെ ഇവിടെ നോക്കി നിൽക്കുന്നില്ല. എടേ,
ഇവിടെ 4 വവൽസ് ഉണ്ടല്ലോ, അതിലിപ്പോൾ സപ്പോസ് ഓ വന്നു, പിന്നെ ബാക്കിയുള്ള ഓയും എയും ഇയും കൂടെ എങ്ങോട്ട് വരും? ഇതിൻ്റെ കൂടെ വന്ന് കിടന്ന് അറേഞ്ച്ഡ് ആവും. ഏതെങ്കിലും ഒരു വവ്വലല്ലേ ആ സ്ഥാനത്ത് ഇരിക്കാൻ പറ്റത്തുള്ളൂ. 4 പേരുണ്ടെങ്കിൽ ഒരുത്തന്നെ അവിടെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ബാക്കി എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം ഉണ്ട്. ആകെ 9 അല്ലായിരുന്നോ? 1 2 3 4 5 6 7. ഓക്കെ, അതിൽ ഒരെണ്ണം ഇവിടെ ഫിക്സഡ് ആയി, ഏതോ ഒരു വവ്വൽ വന്നു. 4 എണ്ണത്തിൽ നിന്ന് ഒരു വവ്വൽ അവിടെ വന്നു. പിന്നെ എത്ര ഉള്ളത്? 8 ഫാക്ടോറിയൽ. ഓക്കെ, സോ കാൽക്കുലേഷൻ എങ്ങനെ വരും? 4 × 8 ഫാക്ടോറിയൽ, 8 × 7 × 6 × 5 × 4 × 3 × 2 ഡിവൈഡഡ് ബൈ റെപ്പറ്റീഷൻ ഉണ്ടോ? റെപ്പറ്റീഷൻ ഉണ്ടോ? ഉണ്ട്. ഏതൊക്കെയാണ് ഉള്ളത്? ഓ 2 പ്രാവശ്യമുണ്ട്. പിന്നെ ഏതൊക്കെയാണ് ഉള്ളത്? ഓ 2 പ്രാവശ്യമുണ്ട്, സി 2 പ്രാവശ്യമുണ്ട്. ശരിയല്ലേ? ഓ 2 പ്രാവശ്യമുണ്ട്, സി 2 പ്രാവശ്യമുണ്ട്. സോ 2 ഫാക്ടോറിയൽ × 2 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 2 × 2. അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഇത് ഈ കാൽക്കുലേഷൻ കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. എത്രയാണ്? 40320, 40,320. യെസ്. സോ ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അവിടെ ഫസ്റ്റ് ലെറ്റർ ഫിക്സഡ് ആവണം. അതെന്തായിരിക്കണം? വവ്വൽ ആയിരിക്കണം. വവ്വൽസ് 4 എണ്ണം ഉണ്ട്. ആ 4 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം വരണം. അപ്പോൾ 4p1. അത് ആ 9 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം അവിടെ ഫിക്സഡ് ആയി. ബാക്കി എത്ര ഉണ്ട്? 8 ഫാക്ടോറിയൽ ഉണ്ട്. സോ ആ 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ റെപ്പറ്റീഷൻ. റെപ്പറ്റീഷൻ വരുന്നത് 2 എണ്ണമാണ്. ഏതൊക്കെയാണ്? സിയും ഓയും. സോ 2 ഫാക്ടോറിയൽ × 2 ഫാക്ടോറിയൽ. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 40,320, 40,320 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു ക്ലാസ്സാണ്, 5 ചോദ്യം. ഇതിനകത്ത് ഇനി ഒരുപാട് ടൈപ്പ് ചോദ്യങ്ങളുണ്ട്. സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് വിത്ത് വവ്വൽ എന്ന് പറഞ്ഞ് ചോദിക്കാം. അതുപോലെ ഒരു വവ്വൽ സ്റ്റാർട്ട് ചെയ്യാത്തത് ഏതാണെന്ന് ചോദിക്കാം. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് മുൻ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ചെയ്യാം. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാവുന്ന സോഴ്സിൽ നിന്നെല്ലാം നിങ്ങൾ ചെയ്തു പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ മക്കളെ. നമുക്കിനി അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം.